ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഇന്ന് വടക്ക് പുറത്തുപാട്ട് തുടങ്ങി ഞാൻ വൈക്കം ക്ഷേത്രത്തിലാണ്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണുള്ളത്. പിന്നെ ഇന്ന് നമുക്ക് പ്രധാന പരിപാടി എന്ന് പറയുന്നത് വടക്ക് പുറത്തുപാട്ടാണ്. അത് ഏകദേശം ഒരു 8:30 മണിയോടുകൂടി തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചാലിഞ്ചോട് ഭഗവതിയുടെ അടുത്ത് നിന്നും കൊടുങ്ങല്ലൂരമ്മയെ ആനയിച്ചുകൊണ്ട് വരും. അതുപോലെ വൈക്കത്തപ്പൻ എതിരേറ്റ് ഭഗവതിയെ എതിരേറ്റ് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ കരയോഗ അംഗങ്ങളിൽ നിന്നും 8 പേരടങ്ങുന്ന തൂക്കുവിളക്കടുത്തുള്ള ആകമ്പടിയോട് കൂടിയുള്ള മേളത്തോടു കൂടിയുള്ള വരവായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം വൈക്കത്തെ അമ്പലത്തിലാണുള്ളത്. ഇനി വടക്ക് പുറത്തുപാട്ടിൻ്റെ കൊടുങ്ങല്ലൂർ ഭഗവതിയെ വരച്ചിരിക്കുന്ന അതിൻ്റെ പ്രദക്ഷിണം വെച്ച് തൊഴുന്നതിനായിട്ട് നമ്മൾ ക്യൂവിലാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതാണ് വൈക്കത്തെ അമ്പലം. നല്ല ഭംഗിയില്ല, ആലിൻ്റെ അത് കുറച്ചായിപ്പോയി. ഈ മാസം 13-ാം തീയതിയോടുകൂടി നമ്മുടെ ഈ പരിപാടി തീരുന്നതാണ്. മാർച്ച് 13-ാം തീയതിയാണ് വടക്ക് പുറത്തുപാട്ടിൻ്റെ സമാപ്തി. അപ്പം എല്ലാവരും വന്ന് തൊഴണം. ഒരു ദിവസമെങ്കിലും വന്ന് ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഈ വടക്ക് പുറത്തുപാട്ട് കേൾക്കാനും വരുവാനും എൻ്റെ ഫ്രണ്ട്സായ എല്ലാവരെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഞാൻ വൈക്കത്ത് ഉദയനാപുരത്താണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ യൂട്യൂബിലൂടെ തന്നെ നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വരണം. വളരെ നല്ലതാണ് വന്ന് ഭഗവാനെ തൊഴുന്നത്. ഓക്കെ. ഇത് പടിഞ്ഞാറ് നടയാണ്. പടിഞ്ഞാറ് നടയുടെ ഗോപുരവാതിൽ ഒരിക്കലും തുറക്കില്ല. അഷ്ടമി സമയത്ത് മാത്രമാണ് തുറക്കുന്നത്. ധരികനെ നിഗ്രഹിച്ച ശേഷം വൈക്കത്തപ്പൻ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ പടിഞ്ഞാറ് നടയുടെ വാതിൽ തുറക്കില്ല എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പം അത് അഷ്ടമിയുടെ സമയത്ത് മാത്രമാണ്, ഒരു ദിവസം മാത്രമാണ് തുറക്കുന്നത്. അതുപോലെ തന്നെ ഈ വിളക്ക്, വലിയൊരു വിളക്ക് കാണുന്നത്, ആ വിളക്ക് തെളിക്കുന്നതും ആ സമയത്ത് മാത്രമാണ്, അല്ലാതെ ആ വിളക്ക് തെളിയിക്കാറില്ല. എനിച്ചില്ല അങ്ങ് പോയിട്ട് ഇവിടെ വരുമ്പോൾ കയറാട്ടോ. അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. ചെവി കേട്ടിട്ടില്ല. അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. എന്നെ ഇടയ്ക്കിലൂടെ ഒന്ന് കയറ്റണം. ഇപ്പോൾ വരാം. ഇതാണ് നന്ദികേശൻ. ഈ നന്ദികേശൻ്റെ ചെവി അടച്ചു പിടിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഭഗവാനെ എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി തരണേ എന്ന് പറഞ്ഞാലും ഭഗവാൻ കേൾക്കുന്നതാണ്. ഭഗവാനോട് പറയണമെങ്കിൽ ഈ നന്ദികേശനോട് നമ്മൾ പറയണം. അപ്പോൾ നന്ദികേശനോട് പറഞ്ഞാൽ മാത്രമേ നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യൂട്യൂബ് ചെയ്യട്ടെ. ഇതാണ് കൊടുങ്ങല്ലൂരമ്മയുടെ ചിത്രം വരച്ചിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത്. നിറയെ ആളുകളുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരു ദിവസം വൈക്കത്തമ്പലത്തിൽ വന്ന് ഭഗവതിയെ കാണണം. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ബൈ.